പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ കൈ മുറിച്ചു മാറ്റിയ 9 വയസ്സുകാരിക്ക് കൃത്രിമ കൈ വയ്ക്കാൻ പണം നൽകുമെന്ന് മന്ത്രി വീണ ജോർജ്. കൃത്രിമ കൈ വയ്ക്കാൻ പണം നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, വിവരം. ധന്യ, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് 9 വയസ്സുള്ള വിനോദിനി എന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. വലത് കൈയില്ലാതെയാണ് ആ കുട്ടി ഇപ്പോൾ ഈ ദൈനംദിന കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുള്ളത്. ഇതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രമാണ് ഈ സമീപകാലത്ത് അനുവദിച്ചത്. അതിനുശേഷം ഈ കൃത്രിമ കൈവയ്ക്കാൻ 10 ലക്ഷത്തോളം രൂപ ചിലവ് വരും. അത് ഇല്ല എന്ന വാർത്തകൾ കണ്ടതിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ തുക അനുവദിക്കാം, തുക നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയും മാതാപിതാക്കളും എത്തി ഈ കൃത്രിമ കൈയിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് വിദേശത്ത് നിന്ന് കൃത്രിമ കൈ എത്തണം, അതിൻ്റെ അളവെടുത്ത് അതിൻ്റെ തുകയും പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഈ കൃത്രിമ കൈ ഘടിപ്പിക്കാനായി പണം അനുവദിക്കുന്നു എന്ന് അറിയിച്ചിട്ടുള്ളത്. വനിതാ ശിശു വകുപ്പിന്റെ ബാലനിധി ഫണ്ടിൽ നിന്നാണ് പണം അനുവദിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ആശ്വാസകരമാണ്. പക്ഷേ കുടുംബം തീരുമാനമെടുത്തിട്ടുണ്ടോ സാജിദ് ആരുടെ കൈ വാങ്ങണം എന്നുള്ളത്? നിലവിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഫണ്ട് ഉപയോഗിച്ച കൈയിന്റെ അളവ് നൽകി കഴിഞ്ഞു. ഇനി ആ കൈ നിർമ്മിച്ച് അത് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് എത്തേണ്ട താമസം മാത്രമുള്ള ആ ഫണ്ടും അമൃത ആശുപത്രിയിൽ പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. ഇനി 5 വർഷത്തിന് ശേഷം, ഇപ്പോൾ 9 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം, 5 വർഷത്തിന് ശേഷം വീണ്ടും കൈ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അതായത് പുതിയ കൃത്രിമ കൈ, ആ കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഈ കൈ മാറ്റേണ്ടി വരും. അപ്പോഴേക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. എന്തായാലും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ഒരു ഫണ്ട് അനുവദിച്ചിരുന്നില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ ഫണ്ട് ലഭിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു കൈയാണ് ഇല്ലാത്തത്. 2 കൈയിന് വേണ്ടിയുള്ള പണം ഇപ്പോൾ ഒന്ന് പ്രതിപക്ഷ നേതാവ് നൽകി, മറ്റൊന്ന് സർക്കാർ നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ആ ഫണ്ട് പിന്നീട് ഉപയോഗിക്കാം, 5 വർഷത്തിന് ശേഷം ഉപയോഗിക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. ശരി സാജിദ്.